നടപടികൾ വരുന്നുണ്ട്. താങ്കൾ എണ്ണി പറഞ്ഞ ഓരോരുത്തരെയുമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. നമുക്കത് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം സുജിത് ദാസ് വന്നതായി ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു. ഇപ്പോൾ ശശിധരൻ അടക്കം സ്ഥലം മാറ്റം അതിലൊതുങ്ങുന്നില്ല. താങ്കൾ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി ഇപ്പോഴും ADGP ആയി നിലനിൽക്കുകയാണ് ശ്രീ PV അൻവർ. അതിലേക്കും കൂടി എത്തുമോ ഈ നടപടികളൊക്കെ? ഒരു തർക്കമില്ല. അതിലേക്ക് എത്താതെ എങ്ങോട്ട് പോകാനാണ് മൈ സിസ്റ്റർ. എനിക്ക് അപ്പുറത്ത് ആരാന്ന് അറിയില്ല. അത് എത്താതിരിക്കാൻ കഴിയോ? എത്താതിരിക്കാൻ കഴിയില്ലല്ലോ. അവിടെ എത്തുന്ന നമ്മളൊരു അപ്സ്റ്റെയറിലേക്ക് കയറുമ്പോ നേരെ നമുക്ക് കാലെടുത്ത് കയറാൻ കഴിയില്ലല്ലോ. നമ്മൾ താഴെ സ്റ്റെപ്പിൽ നിന്ന് കയറി വന്നിട്ട് അപ്സ്റ്റെയറിലെത്താൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പ്രോസസ്. ആ പ്രോസസ് ഇതിൽ നടക്കണ്ടേ? വിൽ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ താങ്കളുടെ വാക്കുകൾ ശരിയാണെങ്കിൽ 1 മാസം കാത്തിരിക്കേണ്ടി വരില്ല. അല്ല, താങ്കളുടെ വാക്കുകളാണ് അങ്ങനെ വാക്കൊന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ എനിക്കായിട്ടൊരു പ്രത്യേകിച്ചൊരു വാക്കൊന്നുമില്ല. ഞാനൊരു കോമൺ നീതി നമ്മൾ പ്രതീക്ഷിക്കൂലേ, അതിന്റെ ഭാഗമായിട്ട് പറയാം. താങ്കൾ പറഞ്ഞു ആരെയും അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. ആരെങ്കിലും അജിത് കുമാറിനെ രക്ഷിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാലേണ്ട. ഞാൻ അങ്ങനെ ഒരു തോന്നലില്ല. ഒരാളെയും രക്ഷിക്കുന്ന പാർട്ടിയല്ല ഇത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്ന പാർട്ടിയാണ്. അത് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അത് ശരിയല്ലല്ലോ. നിങ്ങളൊക്കെ ആ ശരിക്കും ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചാൽ ഒന്നുകൂടി ഈ കാര്യങ്ങൾ സ്മൂത്ത് ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റ് പലതും ചെയ്യുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നു, കാര്യങ്ങൾ നല്ല വഴിക്ക് വരുന്നു എന്നൊരു നല്ല വാക്ക് നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ നല്ല വാക്കെന്ന് പറയുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും വിക്കറ്റ് വീണു, അടുത്തത് ബിഗ് വിക്കറ്റ് ആണ്. അത് വീഴും. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിരുന്നു. ഈ കോൺഗ്രസിന്റെ RSS ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CPMന്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അപ്പോഴും ADGP RSS കൂടിക്കാഴ്ചയെ പറ്റി ADGPക്കെതിരായ ആരോപണങ്ങളിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചൂടായിരുന്നോ? നിങ്ങൾ 1 മണിക്കൂർ? അല്ല, അത് മാധ്യമങ്ങളോട് സംസാരിച്ചതല്ല, അതൊരു പരിപാടിയിൽ ഒരു പ്രസംഗമായിരുന്നു. മാധ്യമങ്ങളെ മാത്രം വിളിച്ച് CM 1 മണിക്കൂർ സംസാരിച്ചു. ഞാൻ ഒന്നാമത് ഇന്ന് പകലൊന്നും നെറ്റ്വർക്കുള്ള ഏരിയയിൽ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അല്ലല്ല, അങ്ങനത്തെ മാധ്യമങ്ങളുടെ അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നില്ല MLA. മേഡം, നിങ്ങൾ പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിച്ച 1 മണിക്കൂർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അല്ല, അതൊരു പൊതുപരിപാടിയായിരുന്നു. പക്ഷെ ആ പരിപാടിയിൽ 1 മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ കോൺഗ്രസ് RSS ബാന്ധവത്തെക്കുറിച്ചും CPMന്റെ ചരിത്രത്തെക്കുറിച്ചും CPMന്റെ പാർട്ടി പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ എന്തിന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, അത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ADGP എന്തിന് ഒരു സ്വകാര്യ സന്ദർശനം 2 RSS നേതാക്കളെ കണ്ടു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഒരു വാക്കുപോലും പറഞ്ഞില്ല. ആണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. മുഖ്യമന്ത്രി അറ്റൻഡ് ചെയ്ത പൊതുയോഗമായിരുന്നു, ഒരു പൊതുപരിപാടിയായിരുന്നു അത്. അത് എന്ത് പരിപാടിയായിരുന്നു? എന്തായിരുന്നു പരിപാടി? ആരെയാണ് മുഖ്യമന്ത്രി അഡ്രസ് ചെയ്തത്? അതൊരു പാർട്ടി പരിപാടിയായിരുന്നു. പാർട്ടി പരിപാടിയിൽ പറയേണ്ട കാര്യം, അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയല്ലേ, മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ പൊളിറ്റിക്സിൽ സംസാരിക്കേണ്ടത്. RSSും ഈ പറയുന്ന കോൺഗ്രസുമായുള്ള ബന്ധവും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായുള്ള ബന്ധവും ഉദയർജനിയുമായുള്ള ബന്ധവും നമ്മൾ കണ്ടതല്ലേ. 400-ഓളം സഖാക്കള് ജീവൻ കൊടുത്ത RSSന്റെ കത്തിക്ക് മുന്നിൽ ജീവൻ കൊടുത്ത ഒരു പാർട്ടിയാണ്. അത് ഓർമ്മിപ്പിക്കാതെ ഒരു പാർട്ടി സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വരാൻ കഴിയുമോ? അദ്ദേഹം പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയല്ലേ. അതെന്താ നിങ്ങൾ ആ അർത്ഥത്തിൽ കാണാത്തത്? അല്ല, അതിലെ രാഷ്ട്രീയത്തിനല്ലേ, രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, രാഷ്ട്രീയം എന്താണ്, രാഷ്ട്രീയ പൊതുയോഗല്ലേ, രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. പക്ഷേ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എന്തിനാ കൂടിക്കാഴ്ച എന്നൊരു ചോദ്യമുണ്ട്. അതും രാഷ്ട്രീയമായുള്ള ഒരു ചോദ്യമല്ലേ PV അൻവർ? അല്ല, അതൊരു പൊതുസ്ഥലത്തല്ലല്ലോ പറയേണ്ടത്. അതിന് ഈ പാർട്ടിക്ക് നല്ല സംവിധാനമുണ്ട്. നിങ്ങൾക്കറിയാലോ, അതൊരു കാഡർ പാർട്ടിയാണ്. ആ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ട്. അത് അവിടെയല്ലേ ചർച്ച ചെയ്യേണ്ടത്. പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒരു രാഷ്ട്രീയ യോഗത്തിൽ രാഷ്ട്രീയല്ലേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയേണ്ടത്. അവിടെ അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, അവിടെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കും. അല്ല, ഇതേ പോളിറ്റ് ബ്യൂറോ അംഗമാണ് നിയമസഭയിൽ പണ്ട് സെൻകുമാർ കണ്ടതിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പം സംസാരിക്കുന്നതിന് വിലക്കില്ല.
സംസാരിക്കാം വേണമെങ്കിൽ? അല്ല, വേണമെങ്കിൽ സംസാരിക്കാമെന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, സംസാരിക്കുന്ന വ്യക്തിയല്ലേ തീരുമാനിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുമ്പോഴല്ലേ ഈ കുഴപ്പം വരുന്നത്.